തിരുവനന്തപുരം കൈമനത്ത് സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. ഒഴിഞ്ഞ പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കരുമം സ്വദേശിനി ഷീജയുടേതാണ് മൃതദേഹമെന്ന് ബന്ധു തിരിച്ചറിഞ്ഞു. മൃതദേഹത്തിനടുത്ത് നിന്ന് ചോറ്റുപാത്രവും ബാഗും കിട്ടി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ രാത്രിയിൽ സ്ത്രീയുടെ നിലവിളി കേട്ടു എന്ന് അയൽവാസി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തീ വാഴയുടെ ഇടയിൽ കൂടെ പടന്ന് കത്തുന്നു. രണ്ട് വിളിയും കേട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ മോൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ അവിടെ ഒരു വിളിയും കേൾക്കണം, തീയും കത്തണമെന്നാണ്. വൈകിട്ട് അവിടെ ചെന്ന് ഗേറ്റ് പൂട്ടിയിരിക്കും. പിന്നെ അവരെ വിളിച്ച് ഗേറ്റ് തുറന്ന് അവനും വഴി അപ്പുറത്തെ സാറിനെയും കൂടെ വിളിച്ചിട്ടുണ്ട് നോക്കാണ്ട്. സാറ് പറഞ്ഞ അത് ഒരാളുകളുടെ ബന്ധു കിടക്കുകയാണ്. സ്ത്രീയുടെ നിലവിളിയായിരുന്നു. സ്ത്രീയുടെ നിലവിളി. പിന്നെ അന്നേരം ഈ നിലവിളി കേൾക്കുമ്പോഴേ ഈ തീ ആളുന്നുണ്ട്. തീ നല്ലതായിട്ട് പടന്ന് കത്താൻ. അപ്പോഴാണ് രണ്ട് വിളിയാ കേട്ടുള്ളൂ, പിന്നെ വിളിച്ചില്ല. സ്ത്രീയുടെ നിലവിളി കേട്ടു എന്നാണ് പറയുന്നത്. വേറെയും ആരെങ്കിലും ഈ ശബ്ദം കേൾക്കാതിരിക്കുമോ? അങ്ങനെ ഒരു നഗരമധ്യത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് ഒരാളും അറിയാതെ പോയത്? വിശദാംശങ്ങൾ എന്താണ് സ്റ്റെഫിൻ? മോദി, തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ, പ്രത്യേകിച്ചും നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അമൃത സ്കൂളിന്റെ തൊട്ട് പിറകിലുള്ള ഒരു ഒഴിഞ്ഞ പുരയിടത്തിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി രണ്ട് വഴികളുണ്ട്. ഒരു നടവഴിയാണ് രണ്ടും ഉള്ളത്. ഈ പുരയിടത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ആ വഴിയുള്ളത്. ഈ രാത്രിയിൽ ഈ പുരയിടത്തിനോട് തൊട്ട് ചേർന്നുള്ള വീട്ടിലെ മണിയൻ എന്ന ആളാണ് ഈ മൃതദേഹം ഇങ്ങനെ കത്തുന്നതും നിലവിളിയൊക്കെ ഇത് കത്തുന്നതും കണ്ടത്. അതിനെ തുടർന്ന് മകൻ്റെ അടുത്ത് ഈ കാര്യം അറിയിച്ചു. അങ്ങനെ ഈ അയൽക്കാർ ഇവിടെ ഓടി എത്തുമ്പോഴേക്കും മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു മൃതദേഹം ഉള്ളത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലാണ്. കാരണം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, അടുത്തടുത്ത് വീടുകളുണ്ട്, സ്കൂളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കരിമം സ്വദേശിയായിട്ടുള്ള ഷീജയുടേതാണ് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സജി എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ഒരു കക്ഷിയാണ്. പുള്ളിയാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇതിനു മുമ്പേ 2-3 പ്രാവശ്യം ഞാനായിട്ട് തന്നെയാണ് ഇവളോട് പറഞ്ഞത്, ഈ ഇങ്ങനത്തെ ബന്ധം വേണ്ട, ഇത് ശരിയാവില്ല, എനിക്കത് ചേർന്നതല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി ഞാനുമായിട്ട് പിന്നെ മിണ്ടാറൊന്നുമില്ല, വലിയ പണക്കത്തിലാണ്. നിങ്ങൾക്ക് എന്താ ചേട്ടൻ എന്തെങ്കിലും സംശയങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതിന് മുമ്പേ 2-3 തവണ ഇവളെ ഉപദ്രവിച്ചതായിട്ട് ഇവള് പറഞ്ഞിട്ടുണ്ട്, മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊന്നും എന്നോടല്ല വന്ന് പറഞ്ഞത്, എന്നോടല്ല പറഞ്ഞത്, വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറയാൻ പേടിയായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. സജിയെ പറ്റി വിവരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനെപ്പറ്റി വേറെ വിവരങ്ങളൊന്നും നമുക്ക് നിലവിൽ. സ്റ്റെഫിൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണത് കരുമം സ്വദേശിനി ഷീജയുടെ മൃതദേഹമാണ് എന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബന്ധു പറഞ്ഞ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ പങ്കുവയ്ക്കൂ സ്റ്റെഫിൻ. മോദി, കരിമം സ്വദേശിയായിട്ടുള്ള ഷീജയാണ്. 50 വയസ്സാണ് ഉള്ളത്. മെഡിക്കൽ കോളേജിന് സമീപത്തൊരു കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത്. പക്ഷേ ബന്ധുക്കൾക്ക് ചില തരത്തിലുള്ള ആരോപണങ്ങൾ, ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രത്യേകിച്ചും ഇതിന് അടുത്ത് ഉള്ള സജികുമാർ എന്നൊരു വ്യക്തിയുമായിട്ട് ഷീജയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹവുമായി നേരത്തെ താമസിച്ച് വരികയായിരുന്നു എന്നുള്ളതാണ് ബന്ധു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ബന്ധു അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ചോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ ദുരൂഹത ഒഴിയണമെങ്കിൽ ഇനി ശാസ്ത്രീയമായ പരിശോധനകൾ വേണം. അതുകൊണ്ട് തന്നെ ഫോറൻസിക്കിൻ്റെ സംഘം, അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. തീർച്ചയായിട്ടും കൂടുതൽ വ്യക്തത വരണമെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കണം. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് സ്റ്റെഫിൻ? മൂത്തി, ഏതായാലും ഇപ്പോൾ നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. പോലീസ് ഈ ഫോറൻസിക് സംഘത്തിൻ്റെ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അത് ലഭിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ കൂടുതൽ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നാൽ മാത്രമേ ഏത് രീതിയിലാണ് മരണം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇപ്പോൾ ബന്ധു പറഞ്ഞ കാര്യം, പ്രത്യേകിച്ചും സജികുമാറിന് എതിരായിട്ടുള്ള മൊഴി ഇപ്പോൾ ബന്ധു പോലീസിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ആദ്യഘട്ടത്തിൽ നടത്തുക. പ്രത്യേകിച്ചും ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടി 2 വഴികൾ ഞാൻ നേരത്തെ
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുരയിടത്തിലേക്ക് നടവഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഒപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്ത്രീയുടെ പശ്ചാത്തലം, ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം. ഒപ്പം തന്നെ ഈ കുടുംബം പറഞ്ഞ സജികുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം. ആ തരത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള വഴിത്തിരിവ് ഉണ്ടാകണമെങ്കിൽ ഫോറൻസിക്കിന് പരിശോധന വേണം. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങേണ്ടതുണ്ട്. ഏതായാലും അതീവ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കരമന പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ്. കൈമനം ജംഗ്ഷൻ ഏതാണ്ട് 200 മീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. ആ സ്ഥലത്താണ് വീടുകൾ, അതോടൊപ്പം തന്നെ സ്കൂള്, അങ്ങനെ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുരൂഹത ഒഴിക്കുന്നതിന് വേണ്ടി ഒരു ശാസ്ത്രീയമായ രീതിയിലായിരിക്കും പോലീസിൻ്റെ ഒരു അന്വേഷണം ഇനി ഏതായാലും മുന്നോട്ട് പോവുക. ഈ സമീപത്തൊക്കെ CCTV ഉണ്ട്. ഈ നടവഴി കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ CCTV ഉണ്ട്. പക്ഷേ അവിടെയൊന്നും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവരം ഇങ്ങോട്ടേക്ക് ഈ സ്ത്രീ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. ആ പോലീസ് ഏതായാലും ആ CCTV ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ഈ നാട്ടുകാരുടെ മൊഴിയെടുത്ത് അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീക്കുന്നത്. ശരി സ്റ്റെഫിൻ. AK സ്റ്റെഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.